Hi friends, welcome to Tech Hub. This is Benjamin. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സിമ്പിൾ ഗാഡ്ജറ്റ് ആണ്. സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ പവർഫുള്ളും യൂസ്ഫുൾ ആയിട്ടുള്ള ഡിവൈസാണ്, ഒരു ഗാഡ്ജറ്റാണ്. ആക്ച്വലി നമുക്ക് ഈ ഒരു ഗാഡ്ജറ്റ് പല രീതിയിൽ പലർക്കും യൂസ് ചെയ്യാം. ഞാൻ ഇന്ന് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുട്ടികൾക്ക് ഇത് എങ്ങനെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ്. ഈ ഒരു ഗാഡ്ജറ്റ് ഇത് GPS ട്രാക്കിംഗ് ഡിവൈസാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു വാച്ചിൻ്റെ ഒരു മോഡലാണ്. ഈ ഒരു വാച്ച് നമ്മൾ കുട്ടികൾക്ക് കയ്യിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരെ GPS ട്രാക്കിംഗ്, നമുക്ക് അവരെവിടെ പോകുന്നു, എവിടെയൊക്കെ സ്ഥലത്താണ്, ഏത് രീതിയിലാണ് പോകുന്നത്, എത്ര ടൈം എടുക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈസി ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് വേണമെങ്കിൽ അവരെ റിമോട്ട് വോയിസ് റെക്കോർഡിങ്, അവരെ ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, ആ കാര്യങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ ഒരൊറ്റ ഡിവൈസ് കൊണ്ട്. അതുപോലെ 2-വേ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ 2-വേ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഡിവൈസിൽ പോസിബിളാണ്. 2-വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആകെ നമുക്കൊരു നോർമൽ ഡിവൈസിൽ വന്നൊരു 3 കോൺടാക്ട്സാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ഇപ്പോൾ പാരൻസിൻ്റെ 2-3 നമ്പർ ഉണ്ടെങ്കിൽ ആ 2 നമ്പർ അല്ലെങ്കിൽ 2 നമ്പറേ ഉള്ളെങ്കിൽ ആ 2 നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് അങ്ങോട്ട് എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് SOS എമർജൻസിയാണ്. ആ SOS എന്ന് പറയുന്നൊരു ബട്ടൺ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസിലും വരുന്നൊരു ഒരു ഫംഗ്ഷനാണ്. അത് വന്നിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെങ്കിൽ അവർക്ക് ഒരു 2 സെക്കൻഡ്സ് ആ ഒരു SOS ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ ഏത് നമ്പറാണോ 2 നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സിലേക്ക് കോൾ പോകും, നമുക്ക് അറ്റൻഡ് ചെയ്യാം, നമ്മൾക്ക് അലേർട്ട് വരും, മെസ്സേജ് വരും. ഓക്കെ, ഇതിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു GSM സിം മസ്റ്റായിട്ട് ഇതിന് നമുക്ക് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് GPS ട്രാക്കിംഗ് പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് വേണ്ടി അതുപോലെ മുതിർന്നവർക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിവൈസ് യൂസ് ചെയ്യാം ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് GPS ട്രാക്കിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പലരും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇതൊരു 1500 റുപ്പീസ് മുതൽ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു ഡിവൈസ് അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് കുട്ടികളുടെ കേസിലാണെങ്കിലും സ്പെഷ്യൽ ചിൽഡ്രൻസ് ഉണ്ട്, നമ്മളുടെ ഓട്ടിസം അതുപോലെ വേറെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. നോർമൽ കുട്ടികളെക്കാളും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അവർക്ക്. കാരണം അവരായിട്ട് നമ്മൾ ഏതെങ്കിലും മോള് സ്കൂൾസ് അതല്ലെങ്കിൽ തിരക്കായിട്ടുള്ള എന്തെങ്കിലും ഫെസ്റ്റിവലിലൊക്കെ പോവുകയാണെങ്കിൽ അവർ മിസ്സാവാനായിട്ടുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിവൈസ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് അവരുടെ പാരൻസിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ ഡിവൈസ് ഉള്ളപ്പോൾ കയ്യിലുണ്ടെങ്കിൽ. അതുപോലെ ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഒരു വാച്ച് ആയിട്ട് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയൊരു ഡിവൈസ് ഇതുപോലത്തെ ഡിവൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് അവരുടെ പോക്കറ്റ്സിലോ അല്ലെങ്കിൽ ബാഗിലോ ഇട്ട് കഴിഞ്ഞാൽ ഈ സെയിം പറഞ്ഞ പോലെ നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ GPS ട്രാക്കിങ് കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നും പോസിബിളാണ്. ഇതൊക്കെ വരുന്നത് കാറിലൊക്കെ വെക്കുന്ന ഡിവൈസാണ്. ഈ സിമ്പിൾ ഡിവൈസ് നമുക്ക് നമ്മളുടെ കാറിൽ അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് അല്ലെങ്കിൽ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും അസറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം. ഓരോ ആൾക്കാർക്കും അനുസരിച്ചിട്ട് അവർ ചിന്തിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഈ ഒരു ഡിവൈസിന് യൂസ്ഫുള്ളാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വാച്ചായിട്ട് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഡിവൈസുകളെല്ലാം ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെ ചീപ്പായിട്ട് 2000 റുപ്പീസൊക്കെ ഇതിൻ്റെ മാർക്കറ്റിൽ പ്രൈസ് വരുന്നുള്ളൂ. സോ ഈസിലി എല്ലാവർക്കും ബൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വേറൊരു കേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. ഈ വാച്ചിൻ്റെ ഒക്കെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 10 to 14 days വരെ നമുക്ക് വൺസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ലൊക്കേഷൻ ഹിസ്റ്ററി, നമുക്ക് 1 year വരെയുള്ള ലൊക്കേഷൻ ഹിസ്റ്ററി, നമ്മൾ ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 1 year വരെയുള്ള ലൊക്കേഷൻ ഹിസ്റ്ററി വരെ നമുക്ക് ഈ ഓരോ വാച്ച് അല്ലെങ്കിൽ ഈ കമ്പനി നമ്മൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് വാച്ചാണ് നമ്മൾ എടുക്കുന്നത് അവരുടെ ആപ്പ് വഴി നമുക്ക് റിക്കവർ ചെയ്യാനുള്ള എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ വേറൊരു ഡിവൈസാണ് ഇതിനകത്ത് കാണുന്ന സിമ്പിളായിട്ടുള്ള വേറൊരു സംഭവമാണ് മൈ ബഡ്ഡി ടാഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുട്ടികൾക്ക് ഇത് നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇത് മറ്റേതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല. GPS ട്രാക്കിങ്ങോ അതുപോലെ 2-വേ കമ്മ്യൂണിക്കേഷനോ വേറെ ഒരു സംഭവം ഇതിനകത്ത് നടക്കില്ല. പക്ഷേ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളുടെ ഏതെങ്കിലും മോളിൽ പോവുക അല്ലെങ്കിൽ തിരക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക് പോവുകയാണെങ്കിൽ അവർ മിസ്സായി പോവുകയാണെങ്കിൽ അവരുമായിട്ട് നടന്നു പോകുകയാണെങ്കിൽ ഈ ഒരു വാച്ച് കയ്യിൽ ഇത് ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഒരു ടാഗാണ്. ഓക്കെ, ഇത് ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് കഴിഞ്ഞ് വാച്ചിട്ട് കുട്ടി നമ്മുടെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ റേഞ്ച് കഴിയുമ്പോൾ തന്നെ അത് അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഡിവൈസ് നമ്മൾ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, ഇത് ചില കമ്പനി ചില ബ്രാൻഡുകൾ വരുമ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്. മന്ത്ലി GPS ട്രാക്കിങ്ങിനും വേണ്ടിയിട്ടും കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് മന്ത്ലി ഒരു എമൗണ്ട് പറയുന്നുണ്ട്.
അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് മന്ത്ലി സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് ഡിവൈസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങളൊരു ഡിവൈസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്കിതൊരു ഡിവൈസ് എടുക്കാവൂ. ഞാൻ പറഞ്ഞ അത്ര ചീപ്പായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ കേസിൽ പർച്ചേസ് ചെയ്യാനോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നൊരു നോർമലി ചെറിയൊരു സിമ്മാണ്. ഇത് 2G 3Gയിലേക്ക് ഇപ്പോൾ അത് അവൈലബിൾ ആണ്. 2G 3G അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ജിയോ സിം ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. ജിയോ 4Gയിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് വേറെ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കിത് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുപോലെ ഈ വീഡിയോ, എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പുതിയ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്ന വേണ്ടിയിട്ട്. അതുപോലെ ഷെയർ ചെയ്യാം. എനിവേ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു.